Good morning. ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 ആണ് തുടങ്ങാൻ പോകുന്നത്. ചാപ്റ്റർ 5 ഹാർമോണിക് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ കണ്ടത് അനാലിറ്റിക് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. A real valued function h of two real variables x and y is said to be harmonic in a given domain of the xy plane if throughout that domain, it has continuous partial derivatives of the first and second order and satisfying the differential equation hxx plus hyy equal to 0. അതായത് h എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അത് എക്സ് ആൻഡ് വൈയിലുള്ള ഫംഗ്ഷൻസ് ആണ്. എക്സും വൈയും രണ്ട് റിയൽ വേരിയബിൾസ് ആണ്. ആ റിയൽ വേരിയബിൾസിലുള്ള അതായത് എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സും വൈയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇനി അത് ഹാർമോണിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഗിവൺ ഡൊമൈനിൽ അത് ഹാർമോണിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ത്രൂ ഔട്ട് ആ ഡൊമൈനിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇതിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും കൂടെ ആവണം. അതായത് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ആൻഡ് അത് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എച്ച് എക്സ് എക്സ് പ്ലസ് എച്ച് വൈ വൈ ഈക്വൽ ടു 0. എച്ച് എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോ സ്ക്വയർ എച്ച് ബൈ ദോ എക്സ് സ്ക്വയർ ആണ്. അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈയില് 2 പ്രാവശ്യം പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യണതാണ്. എച്ച് വൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോ സ്ക്വയർ എച്ച് ബൈ ദോ വൈ സ്ക്വയർ. അതായത് വിത്ത് റെസ്പെക്ട് ടു വൈയില് എച്ചിനെ 2 പ്രാവശ്യം പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാണ്. അത് അതിന്റെ സമ്മ് എച്ച് എക്സ് എസ് പ്ലസ് എച്ച് വൈ വൈ എന്ന് പറയുന്നത് 0 ആണ്. അതായത് ദോ സ്ക്വയർ എച്ച് ബൈ ദോ എക്സ് സ്ക്വയർ പ്ലസ് ദോ സ്ക്വയർ എച്ച് ബൈ ദോ വൈ സ്ക്വയർ 0 ആണ്. ഇനി ഈ ഇക്വേഷനെയാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എക്സിലും വൈയിലുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഹാർമോണിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഉണ്ടാവണം. അത് ലാപ്ലേസ് ഇക്വേഷൻ, അതായത് എച്ച് എക്സ് എസ് പ്ലസ് എച്ച് വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഹാർമോണിക് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണോ എന്ന് നോക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈയില്. ആൻഡ് അത് കണ്ടിന്യൂസ് ആണോ നോക്കുക. ആൻഡ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഈ 3 കണ്ടീഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഉണ്ടാവണം, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആവണം, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹാർമോണിക് ആണെന്ന് പറയും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. f of xy equal to e raised to minus y sin x. അപ്പോൾ ഇത് എക്സിലും വൈയിലും മാത്രമുള്ള ഫംഗ്ഷൻ ആണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സില് ഇതിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് വൈ കോസ് എക്സ്. ഇനി വീണ്ടും ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു കോസ് എക്സിന്റെ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ സൈൻ എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയില് ഇതിന് ചെയ്യാം. അപ്പൊ എഫ് വൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് വൈന് ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സൈൻ എക്സ് എന്നാണ് വരിക. ഇനി വീണ്ടും ചെയ്യുമ്പോൾ ഒരു മൈനസ് അവിടെ ഉണ്ട്, വീണ്ടും മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് വൈ സൈൻ എക്സ്. മൈനസ് മൈനസ് പോയി ഇ റേസ് ടു മൈനസ് വൈ സൈൻ എക്സ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈയിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടെന്ന് കിട്ടി. കണ്ടിന്യൂസ് ആണ്, കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഇനി ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കുക. അപ്പൊ എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ചെയ്തു. അതായത് മൈനസ് ഇ റേസ് ടു മൈനസ് വൈ സൈൻ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് വൈ സൈൻ എക്സ്. അപ്പൊ മൈനസും പ്ലസും ക്യാൻസൽ ചെയ്ത് പോയി 0 എന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് എഫ് ഹാർമോണിക് ആണ്. അപ്പോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. അത് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുക. അതായത് ഇപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അങ്ങനത്തെ ഒക്കെ ഫംഗ്ഷൻസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് അത് ഈ ഇക്വേഷൻ ലാപ്ലേസ് ഇക്വേഷൻ എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ അത് 0 ആണോ എന്ന് നോക്കുക. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർമോണിക് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു തിയറം നോക്കാം.
ഈ ഭാഗത്ത് രണ്ട് തിയർ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് തിയർ ആണ്, തിയറം 1. If a function f of z equal to u plus iv is analytic in a domain D, then its component functions u and v are harmonic in D. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചാപ്റ്റർ 4 പഠിച്ചപ്പോൾ പറഞ്ഞു, അവിടെ മാത്രമേ നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻ എന്താന്ന് പഠിക്കുള്ളൂ, പിന്നെ ത്രൂ ഔട്ട് വെറുതെ അനാലിറ്റിക് എന്ന് പറയുള്ളൂ. അപ്പൊ അനാലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഗിവൺ ഡൊമൈനിൽ അതിലെ ഒരു നൈബർഹുഡിൽ ത്രൂ ഔട്ട് ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ ഡൊമൈൻ ആവുമ്പോ ത്രൂ ഔട്ട് ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് അനാലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഫംഗ്ഷൻ u പ്ലസ് iv അനാലിറ്റിക് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമ്പണന്റ് ഫംഗ്ഷൻസ് യുവും വിയും ഹാർമോണിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് യുവും വിയും ഹാർമോണിക് ആണെന്ന് കാണിക്കാനായിട്ട് യുവിന്റെയും വിയുടെയും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, കണ്ടിന്യൂസ് ആവണം, അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹാർമോണിക് ആവും യുവും വിയും. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ എഫ് യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനാലിറ്റിക് ആണെന്ന് എടുത്തു. അപ്പൊ നെസസറി തിയറ പ്രകാരം അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്, ആൻഡ് അനാലിറ്റിക് ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പണന്റ് ഫംഗ്ഷൻസ്, അതായത് യുവും വിയും, യുവിന്റെയും വിയുടെയാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് കണ്ടിന്യൂസ് ആണ്, ആൻഡ് കോഷി റീമാൻ ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും ത്രൂ ഔട്ട് ദി ഡൊമൈൻ. അപ്പൊ അത് അനാലിറ്റിക് ആണ്. അതിന്റെ നെസസറി തിയറ പ്രകാരം നമുക്ക് ഇത്രയും കണ്ടീഷൻസ് കിട്ടി. അപ്പൊ നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ എഴുതി, യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, അത് നമ്മൾ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ കോഷി റീമാൻ ഇക്വേഷനെ ഒരു പ്രാവശ്യം കൂടെ പാർഷ്യലി ഡിഫറൻസിയേഷൻ ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈയില്. അപ്പൊ ആദ്യം എക്സിൽ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് പറയുന്നതിനെ ചെയ്യുമ്പോൾ യു എക്സ് എക്സ് ഈക്വൽ ടു വി വൈ എക്സ് എന്ന് കിട്ടും. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സിനെ ചെയ്യുമ്പോൾ യു വൈ എക്സ് ഈക്വൽ ടു മൈനസ് വി എക്സ് എക്സ് എന്ന് കിട്ടും. അതിന് നമ്മൾ 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി കോഷി റീമാൻ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യാണ്. അപ്പൊ യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് പറയുന്നത് യു എക്സ് വൈ ഈക്വൽ ടു വി വൈ വൈ എന്ന് കിട്ടി. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറയുന്നത് യു വൈ വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് വൈ എന്ന് കിട്ടി. അതിന് നമ്മൾ 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യുവും വിയുടെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം പറയുന്നത് യു എക്സ് വൈയും യു വൈ എക്സും സെയിം ആണ്, അതുപോലെ വി എക്സ് വൈയും വി വൈ എക്സും സെയിം ആണ്. ഇത് സെയിം ആവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കുക. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയാൽ മാത്രമേ ഇത് ഈക്വൽ ആവുള്ളൂ. അല്ലാത്ത കേസിൽ ഇത് ഈക്വൽ ആവണമെന്നില്ല. നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ആണ്. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ആദ്യം തന്നെ എക്സ് വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് പിന്നെ വൈ വെച്ച് ചെയ്യണതും യുവിനെ ആദ്യം വൈ വെച്ച് ചെയ്തിട്ട് പിന്നെ എക്സ് വെച്ച് ചെയ്യണതും തമ്മിൽ സെയിം ആണ്. അതായത് എക്സും വൈയും തിരിച്ചിടാം. അതുപോലെ തന്നെ വിനെ ആദ്യം എക്സ് വെച്ച് ചെയ്തിട്ട് പിന്നെ വൈ വെച്ച് ചെയ്യണതും വൈ വെച്ച് ചെയ്തിട്ട് എക്സ് വെച്ച് ചെയ്യുന്നതും തമ്മിൽ സെയിം തന്നെയാണ്. അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലാപ്ലേസ് ഇക്വേഷൻ ചെക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് കണ്ടീഷൻസ് കിട്ടി, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി ലാപ്ലേസ് ഇക്വേഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നോക്കാം. അപ്പൊ ആദ്യം യുവിന്റെ നോക്കാം. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ നോക്കുകയാണ് നമ്മള്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് 2 and 3യിൽ നിന്ന് യു എക്സ് എക്സ് ഈക്വൽ ടു യു വൈ വൈ എന്ത് കിട്ടും, വി വൈ എക്സ് പ്ലസ് മൈനസ് വി എക്സ് വൈ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു വി എക്സ് വൈയും വി വൈ എക്സും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ യു അതുകൊണ്ട് ഹാർമോണിക് ആണെന്ന് കിട്ടി. ഇനി വിയുടെ കാണുകയാണ് നമ്മള്, വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ നോക്കുകയാണ് നമ്മള്. അപ്പൊ ഈ മൈനസ് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. വി എക്സ് എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ എക്സും വി വൈ ഐ ഈക്വൽ ടു യു എക്സ് വൈ. വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് യു വൈ എക്സ് പ്ലസ് യു എക്സ് വൈ.
അപ്പൊ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ യു എക്സ് വൈയും യു വൈ എക്സും സെയിം ആണ്. അപ്പൊ മൈനസും പ്ലസും ക്യാൻസൽ ചെയ്ത് പോയി, അവിടെയും 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ വിയും ഹാർമോണിക് ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് യുവും വിയും ഹാർമോണിക് ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ തിയറം എന്തായിരുന്നു? ഒരു ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമ്പണന്റ് ഫംഗ്ഷൻസ് യുവും വിയും ഹാർമോണിക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതൊന്നും തന്നെ ഇല്ല. നമ്മള് അതായത് അനാലിറ്റിക് ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നെസസറി കണ്ടീഷൻ പ്രകാരം ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും, അത് കണ്ടിന്യൂസ് ആവും, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി കോഷി റീമാൻ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഒരു തവണയും കൂടെ ഡിഫറൻസിയേഷൻ ചെയ്യാണ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഈ യു എക്സ് വൈയും യു വൈ എക്സും സെയിം ആണ്, വി എക്സ് വൈയും വി വൈ എക്സും സെയിം ആണ്. അതായത് എക്സും വൈയും തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. അതായത് ആദ്യം എക്സ് വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് പിന്നെ വൈ വെച്ച് ചെയ്യുന്നതും ആദ്യം വൈ വെച്ച് ചെയ്തിട്ട് പിന്നെ എക്സ് വെച്ച് ചെയ്യുന്നതും സെയിം ആണ്. അത് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കിട്ടി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. പിന്നെ നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ എഴുതിയപ്പോ ഇത് സെയിം ആയതുകൊണ്ട് തന്നെ 0 എന്ന് കിട്ടും നമുക്ക് രണ്ട് സൈഡും. RHS 0 എന്ന് കിട്ടി. അപ്പൊ ലാപ്ലേസ് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യുവും വിയും ഹാർമോണിക് ആണെന്ന് കിട്ടി. ഓക്കെ, നല്ല എളുപ്പല്ലേ? കോഷി റീമാൻ ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്തോളൂ. ഈ ഒരു കണ്ടീഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമ്പണന്റ് ഫംഗ്ഷൻസ് യുവും വിയും ഹാർമോണിക് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല. അതായത് യുവും വിയും ഹാർമോണിക് ആണെന്ന് കരുതി യു പ്ലസ് ഐ വി അനാലിറ്റിക് ആവണമെന്നില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. യു എന്ന് പറയുന്നത് നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എടുത്തു. വി എന്ന് പറയുന്നത് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എടുത്തു, രണ്ട് ഫംഗ്ഷൻസ്. അപ്പൊ ആദ്യം ഇത് ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഹാർമോണിക് ആണോ എന്ന് നോക്കാനായിട്ട് ആദ്യം യു ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ യുവിന്റെ ആണ് നോക്കണത്. അപ്പൊ യു എക്സ് ചെയ്യുമ്പോൾ 2x എന്ന് വരും, യു എക്സ് എക്സ് ചെയ്യുമ്പോൾ 2 എന്ന് വന്നു, യു വൈ ചെയ്യുമ്പോൾ -2y എന്ന് വന്നു, യു വൈ വൈ ചെയ്യുമ്പോൾ -2 എന്ന് വന്നു. ഇനി യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ചെയ്യുമ്പോൾ 2 - 2 0 എന്ന് കിട്ടി. അപ്പൊ യു ഹാർമോണിക് ആണെന്ന് കിട്ടി. ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷനും ആണ്, കണ്ടിന്യൂസ് ആണ്, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി വിയുടെ നമുക്ക് നോക്കാം. വി എക്സ് ഇത് നമുക്ക് കോഷ്യൻ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ആണ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ വൈന്റെ ചെയ്യുമ്പോൾ 0 മൈനസ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആയി, വൈ ഇൻറ്റു ഇതിന്റെ ചെയ്യുമ്പോൾ 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അടുത്തത് വൈനെ വി വൈ ചെയ്യാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു -1 മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി, പ്ലസ് വൈ ഇൻറ്റു ഇതിനെ ചെയ്യുമ്പോൾ 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ 2y സ്ക്വയറും ഉണ്ട്, ഇവിടെ -y സ്ക്വയറും ഉണ്ട്. അപ്പൊ ഒരു y സ്ക്വയർ പോയിട്ട് y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാണ്, വി എക്സ് എക്സ് ചെയ്യാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിനെ ചെയ്യുമ്പോൾ 2y മൈനസ് 2xy ഇൻറ്റു ഇതിനെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഇങ്ങനെയാണ് കിട്ടുക, 2y ക്യൂബ് മൈനസ് 6x സ്ക്വയർ y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് കിട്ടി. ഇനി നമ്മൾ വി വൈ വൈ കാണുകയാണ്. അപ്പോ നമുക്ക് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു 2y മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു അതിന്റെ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ്ഡ് 4. ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്, ശരിക്കും കാണാത്തതാണ്. അപ്പൊ അത് നമുക്ക് ചെയ്തു വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക, 6x സ്ക്വയർ y മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ക്യൂബ്. അപ്പൊ ഇനി നമ്മൾ വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ വിയും ഹാർമോണിക് ആണെന്ന് കിട്ടി, യുവും വിയും ഹാർമോണിക് ആണ്.
ഇനി u പ്ലസ് v അനാലിറ്റിക് ആണോ നോക്കാം. u പ്ലസ് v അനാലിറ്റിക് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു അനാലിറ്റിക് ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ തിരിച്ചാവണമെന്നില്ല. പക്ഷെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അനാലിറ്റിക് ആവില്ല. നെസസറിയുടെ കോൺട്രാപോസിറ്റീവ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു എക്സും വി വൈയും സെയിം അല്ല. അതുപോലെ യു വൈയും മൈനസ് വി എക്സും സെയിം അല്ല. അത് നിങ്ങൾ നോക്കിയാൽ മതി. സെയിം അല്ല. അതുകൊണ്ട് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല. അപ്പൊ ഇവിടെ കോമ്പോണന്റ് ഫംഗ്ഷൻസ് ഹാർമോണിക് ആണ്. പക്ഷെ എന്ന് കരുതി ഫംഗ്ഷൻ അനാലിറ്റിക് ആവണമെന്നില്ല. അപ്പൊ തിരിച്ചാണുള്ളത്. നെസസറി മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ കോമ്പോണന്റ് ഫംഗ്ഷൻസ് ഹാർമോണിക് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തിയറം നോക്കാം. തിയറത്തിന് മുമ്പ് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഹാർമോണിക് കോൺജുഗേറ്റ് അതിന്റെ ഡെഫിനിഷൻ ആണ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് യുവും വിയും ഹാർമോണിക് ആണ് ഒരു ഡൊമൈനിൽ. and their first order partial derivative satisfy Cauchy-Riemann equations throughout D. Then V is said to be harmonic conjugate of U. അതായത് യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്. അതായത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്, ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ബോത്ത് യു ആൻഡ് വി. ആൻഡ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കോഷി റീമാൻ ഇക്വേഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വിനെ യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയും. ഓക്കെ, അതാണ് ഇപ്പൊ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്. അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർമോണിക് കോൺജുഗേറ്റ് ആവും. ഏത്? വി യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് തിയറം നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് തിയറം ആണ്. രണ്ട് തിയറേ ഉള്ളൂ, രണ്ടും നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രൂഫ് വളരെ എളുപ്പമാണ്. പക്ഷെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നല്ല ഇമ്പോർട്ടന്റ്. അനാലിറ്റിക് ആണെങ്കിൽ കോമ്പോണൻസ് ഹാർമോണിക് ആയിരിക്കും. നെക്സ്റ്റ് തിയറം ഇത്. പക്ഷെ പ്രൂഫ് വളരെ എളുപ്പമാണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഇനി ഉപയോഗിക്കും ചിലപ്പോഴൊക്കെ. ഓക്കെ, ഫംഗ്ഷൻ യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനാലിറ്റിക് ആവണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പൊ നെസസറി ആൻഡ് സഫിഷ്യന്റ് ആണ്. മറ്റേത് നെസസറി മാത്രമായിരുന്നു. അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ യുവും വിയും ഹാർമോണിക് ആയിരിക്കും. ഇത് അനാലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ്, വി യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിരിക്കണം. അതായത് ഈ ഫംഗ്ഷൻ യു പ്ലസ് ഐ വി അനാലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ വി എന്ന് പറയുന്നത് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിരിക്കണം. അതായത് യുവും വിയും ഹാർമോണിക് ആയിരിക്കണം. ആൻഡ് ഇത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് അനാലിറ്റിക് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് പാർട്ട് വി എന്ന് പറയുന്നത് ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് എടുത്തു യുവിന്റെ. നമുക്കിനി പ്രൂവ് ചെയ്യണം ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. അപ്പോ എന്താണ് ഹാർമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഫസ്റ്റും സെക്കൻഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ സെക്കൻഡ് നോക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. കൂടാതെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബൈ ഡെഫിനിഷൻ പ്രകാരം ഇത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സഫിഷ്യന്റ് തിയർ ആയി. സഫിഷ്യന്റ് തിയർ എന്തായിരുന്നു? യുവും വിന്റെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിരിക്കണം, ആൻഡ് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനാലിറ്റിക് ആയി. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ. ഹാർമോണിക്കിന്റെ ഡെഫിനിഷൻ പ്രകാരം യുവിന്റെയും വിയുടെയും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും, കണ്ടിന്യൂസ് ആണ്. ഹാർമോണിക് കോൺജുഗേറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം അത് കോഷി റീമാൻ ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ സഫിഷ്യന്റ് തിയറ പ്രകാരം എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും, ബൈ ഡൊമൈൻ, എല്ലാ ഡൊമൈനിലും എല്ലായിടത്തും. അപ്പോൾ എഫ് അനാലിറ്റിക് ആണ് ഡൊമൈനിൽ. ഓക്കെ, അപ്പൊ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി കോൺവേഴ്സ്ലി എഫ് അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ വി എന്ന് പറയുന്നത് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പോ എഫ് അനാലിറ്റിക് ആണെന്ന് എടുത്തു. എഫ് അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് നമ്മുടെ നെസസറി തിയറ പ്രകാരം എഫ് അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈ തിയറം 1 ഉപയോഗിച്ചാൽ മതി. എന്തായിരുന്നു? എഫ് അനാലിറ്റിക് ആണെങ്കിൽ യുവും വിയും ഹാർമോണിക് ആയിരിക്കും. അപ്പൊ യുവും വിയും ഹാർമോണിക് ആണെന്ന് കിട്ടി. ഇനി കോൺജുഗേറ്റ് ആവണമെങ്കിൽ കോഷി റീമാൻ ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എഫ് അനാലിറ്റിക് ആണെങ്കിൽ നെസസറി തിയറ പ്രകാരം
കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യുവും വിയും ഹാർമോണിക് ആണ്. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഡെഫിനിഷൻ ഓഫ് ഹാർമോണിക് കോൺജുഗേറ്റ് പ്രകാരം വി എന്ന് പറയുന്നത് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ്. ഓക്കെ, നല്ല എളുപ്പല്ലേ? അത് നമ്മൾ പഠിച്ച പ്രീവിയസ് റിസൾട്ടും തിയറും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് യുവും വിയും ഹാർമോണിക് വി യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഡെഫിനിഷൻ പ്രകാരം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും, കണ്ടിന്യൂസ് ആണ് ഹാർമോണിക്കിന്റെ ഡെഫിനിഷൻ പ്രകാരം. ആൻഡ് കോൺജുഗേറ്റ് അതിന്റെ ഡെഫിനിഷൻ പ്രകാരം കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ബൈ സഫിഷ്യന്റ് തിയറത്തിന്റെ എല്ലാ കണ്ടീഷൻസുമായി അപ്പൊ ആ തിയറം പ്രകാരം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അനാലിറ്റിക് ആണ്. തിരിച്ച് അനാലിറ്റിക് ആണെന്നെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച തിയറം പ്രകാരം എന്താണ്? യുവും വിയും ഹാർമോണിക് ആയിരിക്കും. ആൻഡ് നെസസറി തിയറം പ്രകാരം അനാലിറ്റിക് ആണ്, ഈ കോഷി റീമാൻ ഇക്വേഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്തായി? യു വിയും ഹാർമോണിക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റിന്റെ ഡെഫിനിഷൻ ആയി, എല്ലാ കണ്ടീഷൻസും ആയി. അപ്പൊ വി എന്ന് പറയുന്നത് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കിട്ടി. ഓക്കെ, അപ്പൊ നല്ല എളുപ്പമാണ്. പക്ഷെ രണ്ട് തിയറും നല്ല ഇമ്പോർട്ടന്റ് ആണ്. അനാലിറ്റിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു വി എന്ന് പറയുന്നത് ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു. ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ യുവും ഹാർമോണിക് ആയിരിക്കണം, കോഷി റീമാൻ ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് തിയറം എന്തായിരുന്നു? അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ യുവും വിയും ഹാർമോണിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വലിയ എസ് ആയിട്ടൊക്കെയാണ് ചോദിക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തിയറം 1 പ്രൂവ് ചെയ്യേണ്ടി വരും. കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറുതായിട്ട് ചോദിക്കണുള്ളുന്നുണ്ടെങ്കിൽ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ആ തിയറം കൂടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. മാർക്ക് അനുസരിച്ച് എഴുതുക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y³ മൈനസ് 3x²y ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ ഇത് ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഹാർമോണിക് ആണെന്ന് ഓൾറെഡി തന്ന കാരണം കൊണ്ട് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഹാർമോണിക് കോൺജുഗേറ്റ് തന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ ലെറ്റ് ചെയ്യാണ്, വി എന്ന് പറയുന്നതാണ് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ഈ വി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ് കൺസിഡർ ചെയ്തു. കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ux ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു യുവിനെ നമ്മൾ എക്സിലും വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ യു എക്സ് എന്ന് പറയുന്നത് നമുക്ക് മൈനസ് 6xy എന്ന് കിട്ടി. ആൻഡ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വൈ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് 6xy എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് രണ്ട് ഭാഗത്തും. അപ്പൊ വി വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി എന്നാണ് കിട്ടുക. കാരണം വൈ വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്തേക്കാണ്. വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആ ഫംഗ്ഷൻ കിട്ടും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിന് വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. അതായത് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒരുപോലെ വരാണെങ്കിൽ ആ റിസൾട്ട് അതായത് അത് ക്യാൻസൽ ചെയ്ത് പോവാണ് ആ ഇത്. അപ്പൊ വൈ വെച്ച് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുണ്ട്, വീണ്ടും വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി ഫംഗ്ഷൻ മാത്രമായിട്ട് കിട്ടും. അതാണ് വി എക്സ് വൈ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 6x ഇൻറ്റു y²/2. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് 3xy² പ്ലസ് ഒരു കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ നമ്മൾ y വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സിന്റെ ടേം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു φ(x) എന്ന് പറയുന്നതാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി, നമ്മൾ അത് മാർക്ക് ചെയ്ത് വെച്ചു. v എന്ന് പറയുന്നത് മൈനസ് 3xy² പ്ലസ് φ(x). അപ്പൊ ഈ φ(x) എന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് v എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടി. നമുക്ക് v എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, v ആണ് നമ്മൾ യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിട്ട് എടുത്തത്. നെക്സ്റ്റ് നമ്മൾ ഇതിനെ x വെച്ചിട്ട് ഡിഫറൻഷിയേറ്റും ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ x വെച്ചിട്ട് നമ്മള് ഈ ഇക്വേഷനെ ആണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അല്ല, ആദ്യം തന്നെ യു വൈ കാണുകയാണ് നമ്മൾ. യുവിനെ
വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷൻ ചെയ്തു. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു ചെയ്തിരുന്നത്, ഇനി വൈ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? 3y² മൈനസ് 3x² എന്ന് കിട്ടും. ഓക്കെ, അത് എഴുതി വെച്ചു നമ്മൾ, 3y² മൈനസ് 3x². ഇനി നമ്മൾ v എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഈ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേഷൻ ചെയ്യാണ്. അപ്പൊ vx ഈക്വൽ ടു മൈനസ് 3y² പ്ലസ് 5' എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കോഷി-റീമാൻ ഇക്വേഷൻ എന്തായിരുന്നു? uy ഈക്വൽ ടു മൈനസ് vx. അപ്പൊ നമ്മൾ uy കണ്ടുവച്ചിട്ടുണ്ട് 3y² മൈനസ് 3x², vx കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അത് uy ഈക്വൽ ടു മൈനസ് vx എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3y² മൈനസ് 3x² ഈക്വൽ ടു മൈനസ് ഓഫ് vx. അപ്പൊ ചെയ്യുമ്പോൾ 3y² മൈനസ് 5'. ഇനി നോക്കുകയാണ്. അപ്പൊ 3y² ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് 5' ആയിട്ട് 3x² എന്ന് കിട്ടും. അപ്പോ ഇതിനെ നമ്മള് 5' എന്ന് പറയുന്നത് 3x², ഇതിനെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേഷൻ ചെയ്തേക്കണേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാത്രമായിട്ട് കിട്ടും. അപ്പൊ ഇതിനെ ചെയ്യുമ്പോൾ 3 × x³ 3 ക്യാൻസൽ ചെയ്ത് പോയി x³ എന്ന് വന്നു, പ്ലസ് ഒരു കോൺസ്റ്റന്റ് c എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് എടുത്തു. അപ്പൊ φ(x) എന്ന് പറയുന്നത് നമുക്ക് x³ പ്ലസ് c എന്ന് കിട്ടി. നമ്മൾ നേരത്തെ v ആയിട്ട് ഫംഗ്ഷൻ എഴുതി വെച്ചിരുന്നു. എന്തായിരുന്നു നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ? മൈനസ് 3xy² പ്ലസ് φ(x) എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. φ(x) ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, x³ പ്ലസ് c. അപ്പൊ അത് ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് v എന്ന് പറയുന്നത് മൈനസ് 3xy² പ്ലസ് x³ പ്ലസ് c. ഇതാണ് നമുക്ക് ഗിവൺ കിട്ടിയിരുന്ന ഫംഗ്ഷൻ. യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിട്ട് ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ കറസ്പോണ്ടിങ് അനാലിറ്റിക് ഫംഗ്ഷൻ എന്താണ്? ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വി യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ u പ്ലസ് iv അനാലിറ്റിക് ആയിരിക്കും എന്നാണല്ലോ നമ്മൾ ആ തിയറത്തിൽ പഠിച്ചത്. അപ്പൊ ഇവിടുത്തെ അനാലിറ്റിക് ഫംഗ്ഷൻ u പ്ലസ് iv എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് യുവും പ്ലസും ആഡ് ചെയ്ത് എഴുതാൽ മതി, i ചേർത്താൽ മതി. y³ മൈനസ് 3x² പ്ലസ് i ഇൻറ്റു മൈനസ് 3xy² പ്ലസ് x³ പ്ലസ് c. ഇത് അനാലിറ്റിക് ആണെന്ന് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച തിയറത്തിലൂടെ കിട്ടി. ഓക്കെ, അപ്പൊ ഹാർമോണിക് കോൺജുഗേറ്റ് കാണാനായിട്ട് ഒന്നുമില്ല. ആദ്യം നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻ എഴുതി, എന്നിട്ട് ആദ്യം u ആയിരുന്നു തന്നിരുന്ന ഫംഗ്ഷൻ. നമ്മൾ v എന്ന് പറഞ്ഞിട്ട് അതാണ് അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ് എടുത്തു. v കണ്ടുപിടിക്കണം. ആദ്യം ux നമ്മൾ കണ്ടു, എന്നിട്ട് ux ഈക്വൽ ടു vy എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പൊ vy എന്ന് പറയുന്നത് ux എന്താണോ അത് എഴുതി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്തു, y വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് φ(x) എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കിട്ടി. കാരണം വിത്ത് റെസ്പെക്ട് ടു y-യിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ x എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് വരിക. ഇനി നമുക്ക് φ(x) എന്താണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. അതിനായിട്ട് നമ്മൾ യുവിനെ y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആൻഡ് uy ഈക്വൽ ടു മൈനസ് vx ആയിരുന്നു. ഇപ്പൊ കിട്ടിയ v എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്നിട്ട് uy ഈക്വൽ ടു മൈനസ് vx നമ്മൾ ചെയ്തു. അപ്പൊ നമുക്ക് രണ്ട് ടേം ക്യാൻസൽ ചെയ്ത് പോയി 5' എന്താന്ന് നമുക്ക് കിട്ടും. അതിനെ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അപ്പോ നമുക്ക് ഫംഗ്ഷൻ ആ φ(x) എന്തായിരുന്നു? vyയുടെ ഒരു ടേം, yന്റെ ഒരു ടേം പ്ലസ് φ(x) എന്നായിരുന്നു. അപ്പൊ φ(x) നമ്മൾ x-ന്റെ ഫംഗ്ഷൻ എഴുതി. അപ്പൊ നമുക്ക് v എന്താന്ന് കിട്ടി. അപ്പൊ v യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയതുകൊണ്ട് തന്നെ u പ്ലസ് iv അനാലിറ്റിക് ആയിരിക്കും നമുക്ക് ആ തിയറത്തിൽ കിട്ടി. അപ്പൊ നമ്മൾ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷനും കൂടെ എഴുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതായത് ഫംഗ്ഷൻസിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, കണ്ടിന്യൂസ് ആവണം. ആൻഡ് u എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ലാപ്ലേസ് ഇക്വേഷൻ, അതായത് uxx പ്ലസ് uyy 0 ആയിരിക്കണം. ഓക്കെ, അതാണ് ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പൊ ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതായത് ഫസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആണോ നോക്കി ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് തിയറംസ് ആണ് മെയിൻ ആയിട്ട് പഠിച്ചത്. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ യുവും വിയും ഹാർമോണിക് ആയിരിക്കും എന്ന് പഠിച്ചു. അത് നമ്മൾ എങ്ങനെയായിരുന്നു? കോഷി-റീമാൻ ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ ഡിഫറൻസിയേഷൻ ചെയ്തു. നല്ല എളുപ്പമാണ്. രണ്ടാമത്തെ തിയറം എന്ന് പറയുന്നത് അനാലിറ്റിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ്
v എന്ന് പറയുന്നത് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ്. അതും നല്ല എളുപ്പമായിരുന്നു. ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ് ആൻഡ് കോഷി റീമാൻ ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അത് നമ്മൾ നെസസറി തിയറും പിന്നെ തിയറും ആദ്യം പഠിച്ച തിയറും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ തിയറും പ്രൂവ് ചെയ്തു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാന്ന് ചെയ്തു. പിന്നെ തിയറം 1ന്റെ കോൺവേഴ്സ് പാർട്ട് ട്രൂ അല്ല, ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. മറ്റേതിന്റെ എന്തായിരുന്നു, ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ യുവും വിയും ഹാർമോണിക് ആണെന്നാണ്. പക്ഷെ യുവും വിയും ഹാർമോണിക് ആണെന്ന് കരുതിയിട്ട് തിരിച്ചാവണമെന്നില്ല. അപ്പൊ കണ്ടീഷൻ എന്ത് വേണം, കോൺജുഗേറ്റും കൂടെ ആയാലേ അനാലിറ്റിക് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ചിലപ്പോ അവര് കോൺജുഗേറ്റ്സ് ആയിരുന്നിട്ടുണ്ടാവില്ല. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് ചിലപ്പോൾ അവർ കോൺജുഗേറ്റ് ആവില്ല, അതുകൊണ്ടാണ് അത് അനാലിറ്റിക് ആവാതിരുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു എക്സാമ്പിളും നോക്കി വെക്കുക, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ചും കൂടെ പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ തരാം. നിങ്ങൾ തന്നെ ചെയ്താലേ കാര്യമുള്ളൂ, ഞാനെല്ലാം ചെയ്തു തന്നിട്ട് കാര്യമില്ല. എക്സാമിന് നിങ്ങൾ തന്നെ ചെയ്യണമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം. അപ്പൊ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോവാം. അടുത്തത് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഒക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.